ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്ലഫ്സ് യൂണിവേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറെ കാലമായി വ്ളോഗൊക്കെ വന്നിട്ട്, ഒരു ഫുൾ വ്ളോഗൊക്കെ വന്നിട്ട്. അപ്പോൾ കുറച്ച് തിരക്കുകളായിരുന്നു. കല്യാണം കഴിഞ്ഞു. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ട്രിപ്പിലാണ് ഇപ്പൊ നമ്മളുള്ളത്. ഇത് സിദ്ദീഖ്, ഇത് അവന്റെ പത്നി അനു, ഇത് എന്റെ പത്നി ഹിബ. ഒരു മിനിറ്റ്, ഇത് നാഫിലും അവന്റെ പത്നിയും. അപ്പോ നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത്. ഒരു റിസോർട്ടിലേക്കാണ് പോകുന്നത്, കോട്ടേജിലേക്ക്. പിന്നെന്താ പറയാ, ഇപ്പൊ ഓൺ ദ വേയിലാണുള്ളത്. ഇനിയും പോവാൻ സമയമുണ്ട്. അപ്പൊ ഈ ട്രിപ്പിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പോസാണ്ട് പറയും. സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. അതെ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എന്താണ് പറയാനുള്ളത്? എക്സൈറ്റഡ് ആണോ? എന്താണ്? എക്സൈറ്റഡ് ആണ്. എല്ലാരും കൂടെ ഒരുമിച്ച് പോകുന്നത് ഫസ്റ്റ് ടൈം അല്ലേ നമ്മള് ഫസ്റ്റ് ടൈമോ? സോറി, ഇവരായിട്ട് ഫസ്റ്റ് ട്രിപ്പാണ്. അതെ, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതെ. അനു പറയൂ. ഹിബ ബാക്കി പറയൂ. ഒരു വേർഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ അവിടെ അടുത്ത കപ്പലിനോട് ചോദിച്ചു നോക്കാം. എന്താണ് പറയാനുള്ളത് ഈ ട്രിപ്പിനെ കുറിച്ചിട്ട്? കണ്ടറിയണം ക്വസ്റ്റ്യൻ. കണ്ടറിയണം. പറയാറിയില്ലേ? എന്തേലും പറയൂ. എക്സൈറ്റഡ് ആണോ? എന്താണ്? ഓക്കെ, അടുത്ത പരിപാടി ഫുഡ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. എല്ലാരും ഭയങ്കര വിശന്നിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ രാവിലെ ഒരു 5 മണിയാകുമ്പോ ഇറങ്ങിയതാണ്. 6 മണി. അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? പഞ്ച്വാലിറ്റി കൂടുതലായതുകൊണ്ട് ഞങ്ങൾ നേരത്തെ എണീറ്റ് റെഡിയായി. 1 hour ഞങ്ങൾ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് എടുത്തിട്ട് 5 മണി പറഞ്ഞിട്ട് 6 മണിക്ക് എത്തി. തിരിച്ചുപിടിച്ച് കാണിച്ചു. അതിനെ പറ്റിയിട്ട് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇവരൊക്കെ നേരത്തെ ഇറങ്ങണമെങ്കിൽ എങ്ങനെ എന്തെങ്കിലും ചെയ്യണം, എന്നാലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അതെ, ഓക്കെ ഗൈസ്, ഇനി അപ്പൊ നമുക്ക് അടുത്ത ബ്രേക്ക്ഫാസ്റ്റ് കാണാം. എങ്ങനെയുണ്ടായിരുന്നു? ചുമക്കളമായിരുന്നു അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് എന്താ കഴിച്ചത്? ഗീ റോസ്റ്റ് കഴിച്ചു. എങ്ങനെയുണ്ടായിരുന്നു? ഗീ റോസ്റ്റ് കുഴപ്പമില്ല. മസാല ഒന്നും ട്രൈ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഗീ റോസ്റ്റ് നോക്കി. ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ പല പല ഐറ്റംസ് ട്രൈ ചെയ്തിട്ടുണ്ട്, ചോദിച്ചു നോക്കുക. ഓക്കെ, എന്താണ് കഴിച്ചത്? കാഞ്ചിപുരം മസാല ദോശ. ഒന്നൂടി പറയും. കാഞ്ചിപുരം മസാല ദോശ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? കാഞ്ചിപുരം പട്ട് പോലെ ഉണ്ടായിരുന്നു കാണാനും കഴിക്കാനും സൂപ്പർ. ഓക്കെ, ഇപ്പൊ എന്താണ് കഴിച്ചത്? മസാല ദോശ. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. നാഫിൽ എന്താണ് കഴിച്ചത്? മൈസൂർ മസാല ദോശ. എങ്ങനെയുണ്ടായിരുന്നു? വളരെ മികച്ചതായിരുന്നു. പപ്പാ? സാധാ മസാല ദോശ. വെറൈറ്റി ആഗ്രഹിക്കാത്ത. ഓക്കെ, ഞാൻ കഴിച്ചത് പനീർ മസാല ദോശയാണ്. വെറൈറ്റി ആയിരുന്നു, ടേസ്റ്റി ആയിരുന്നു. കണ്ണടമില്ല, അത് എന്റെ ട്രേഡ് മാർക്കാണ്. എന്റെ സബ്സ്ക്രൈബേഴ്സിന് അറിയാം. ശരിയാ. നാഫില, എന്താണ് അവസ്ഥ? നല്ല അവസ്ഥയാണ്. ഇനി മാപ്പിൽ എത്ര ട്രാഫിക് ഇതാണ് കാണിക്കുന്നത്, കൺജഷൻ കാണിക്കുന്നത്? 10 minutes ഇനിയും കൺജഷൻ ഉണ്ട്. ചെരിഞ്ഞു വരുന്ന ലാലേട്ടൻ. ഗൈസ്, നമ്മൾ നമ്മുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ജീപ്പിലാണ് പോകുന്നത്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ? അതെ, ഓഫ് റോഡിലാണ് അവിടെ എത്താൻ പറ്റുള്ളൂ. നമ്മുടെ കാർ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കാർ ഇവിടെ സേഫ് ആൻഡ് സൗണ്ട് ആയിട്ട് പാർക്ക് ചെയ്തു അല്ലേ? പാർക്ക് ചെയ്തതാണ്. അതിന്റെ റെസ്പോൺസിബിലിറ്റി അവരാണ്.
അപ്പോൾ എന്തായാലും കുറച്ച് ട്രക്കിങ് കഴിഞ്ഞിട്ട് നമുക്ക് റിസോർട്ടിലേക്ക് എത്താം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ പ്രൊമോഷനായി ബാക്കിലേക്ക് വന്നിരിക്കുകയാണ്, എന്താണ് പറയാനുള്ളത്? എന്താണെന്ന് അറിയില്ല, അവിടെ എക്സ്പീരിയൻസ് പറയൂ. സൂപ്പർ. പൊളി പോരാ, ഒന്നുകൂടി സെറ്റ് ആവുന്നുണ്ട്. ഇതാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റത്തെ ആർച്ച് കോട്ടേജ്. അടിയിൽ നമുക്ക് 2 ഉണ്ട്. ഫസ്റ്റ് ഇതാണ്. അപ്പോൾ നമ്മൾ തുറക്കുകയാണ്. ഗൈസ് എന്താണ് പറയാനുള്ളത് ഫസ്റ്റത്തെ ആർച്ച് കോട്ടേജിനെ പറ്റിയിട്ട്? സിദ്ദീഖ്, നീയാണല്ലോ ഇത് സെലക്ട് ചെയ്തത്. സെലക്ട് ചെയ്തപ്പോ അടുത്തടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതെ, ഒന്നതവിടെ അല്ല, ഒന്നതവിടെ, അവിടെ നമ്മൾ കുറച്ച് നമ്മള് തേക്കപ്പെട്ടു. അതെ അല്ലേ നാഫിൽ? എനിക്കത് തന്നെ പറയാനുള്ളൂ. നൈസ് ആണല്ലേ. ഇതാണ് നമ്മുടെ വ്യൂ. നമുക്ക് കുറച്ച് മലകളും കാര്യങ്ങളൊക്കെ കാണാം, പിന്നെ അടിയിൽ കുറേ കോട്ടേജസ് ഒക്കെ കാണാം. അപ്പോൾ എല്ലാവരും റൂമിൽ പോയി സെറ്റായി ഒന്ന് ഫ്രഷായി ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോകും. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് 5 മണിയാകുമ്പോൾ ട്രക്കിങ് പരിപാടിയൊക്കെ ഉണ്ട്. ലഞ്ച് കഴിക്കാൻ പോകും. ട്രക്കിങ്ങിൻ്റെ എക്സ്പീരിയൻസ് കുഴപ്പമില്ല. തിരിച്ചിറങ്ങേണ്ട കാര്യം ആലോചിക്കുമ്പോ ഒരു ചെറിയ വിഷമം. എന്താണ് അനുവിന് പറയാനുള്ളത്? സൂപ്പറാ പറയാനുള്ളത് ട്രക്കിങ്ങില്? അതെ അല്ലേ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ നാഫിൽ? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, ട്രക്കിങ് ചെയ്തിട്ട് എന്ത് തോന്നി? എല്ലാവരും ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഷഫ്ന പറയൂ. വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണല്ലേ? ഓക്കെ, നൈസ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഓരോ തവണ ഓരോ ട്രക്കിങ്ങും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. പല കാടുകളും പല രീതിക്കാണ് നമ്മൾ കയറുന്നതും എടുക്കുന്ന റിസ്ക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ ട്രക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് തന്നെ കുറേ അപകടങ്ങൾ നമുക്ക് വലിച്ചു വരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ എൻജോയ് ചെയ്ത് ട്രക്ക് ചെയ്യുക. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ടീം സ്നാക്ക്? അടിപൊളിയാ, ഇഷ്ടപ്പെട്ട്? അതെ അല്ലേ. അവൻ എങ്ങനെ ഉണ്ടായിരുന്നു? ചായയും സമൂസയും പഴംപൊരിയും? നന്നായിരുന്നു. എന്ത് രണ്ടും, സമൂസയും പഴംപൊരിയും. ചായ അത്ര അഭിപ്രായമില്ല. അതെ, സിദ്ദീഖ്? സമൂസ കൊള്ളാം, പഴംപൊരി കൊള്ളാം. ചായ ഞാൻ കഴിച്ചിട്ട് ഞാൻ ചായ കുടിക്കില്ല. ബ്രോ എങ്ങനെ ഉണ്ടായിരുന്നു ചായ? പഴംപൊരി ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ഗാങ്ങിൽ ചെയ്ത പുതിയൊരു കപ്പിളാണ് ഗൈസ്. ഈ ചായ ഇഷ്ടപ്പെട്ടിട്ടില്ല, സ്നാക്സ് ഓക്കെയാണ്. ചായ കാര്യമില്ല, ചായക്ക് തീരെ ഞാൻ കുടിച്ചിട്ടില്ല. ഡിന്നർ എങ്ങനെയുണ്ട്? നല്ല ഫുഡാ. ബാ അനു, ഇത് സെറ്റാണല്ലേ? ഡിന്നർ കുഴപ്പമില്ല കേസ്. ഡിന്നർ നമുക്ക് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നല്ല ഫുഡ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തന്നതിന് ശേഷം ആക്കിയാ മതി. ഓക്കെ, ഒറ്റ വീട്
മലയാളം പഴയ പടം. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഡിന്നർ കഴിഞ്ഞ് ക്യാമ്പ് ഫയർ, മ്യൂസിക്, സ്വിമ്മിങ് പൂള് അതൊക്കെ കഴിഞ്ഞ് റൂമിൽ നിന്ന് നമ്മൾ എന്താ പറയുക സിനിമ പേര് അഭിനയിച്ച് കളിച്ച്. ദാറ്റ് വാസ് സോ മച്ച് ഫൺ. കുറേ ചിരിച്ചു. എന്താ പറയുക, നന്നായിട്ട് തന്നെ ആസ്വദിക്കാൻ പറ്റി. പിന്നെ ആക്ച്വലി ഇങ്ങനൊരു എന്താ പറയുക, ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രിപ്പാണ്. ഇതിന് മുന്നേ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ കൂടി ഇങ്ങനൊരു ആസ് എ കപ്പിൾ വരിക, എല്ലാവരും കൂടിയിട്ട് ഒന്ന് സിങ്ക് ആവുക, ഒരേ മൈൻഡ് സെറ്റ് ആവുക, അതൊക്കെ ഭയങ്കര ഒരു ഫണ്ണായിരുന്നു, ഒരു എനർജി ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് എല്ലാവരും നന്നായിട്ട് ടയേർഡായി വന്ന് കിടന്നുറങ്ങി. പിന്നെ ഇപ്പോൾ ദാ നേരത്തെ നീച്ചൊക്കെയാണ്. ഇനി ഫ്രഷ് ആവുക, ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യുക. നമുക്കൊരു 11:30 നമ്മുടെ ചെക്ക് ഔട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നിയർ ബൈ പ്ലേസസൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഇതാണ് എൻ്റെ ബാൽക്കണി വ്യൂ. ഇവിടെ അങ്ങനെ കോഡിങ് കാര്യങ്ങളൊന്നുമില്ല. മേ ബി ഉണ്ടാവും. പിന്നെ ഇപ്പോൾ സമയം 7:30 ആ ടൈമാണ്. ഇപ്പോൾ എണീച്ചത് രാവിലെ ഒരു 5:36 ഒക്കെ ചിലപ്പോൾ മഞ്ഞുണ്ടായിരിക്കാം. ഐ ഡോണ്ട് നോ, നോക്കിയിട്ടില്ല. പിന്നെ പൊതുവെ പുറത്ത് ചൂടല്ലേ, ഇവിടെയുള്ള തണുപ്പുള്ളൂ, കാറ്റ് മാത്രമാണ് അതിലുള്ളത്. എന്നാൽ തണുപ്പുണ്ട്, അതുകൊണ്ട് പറയാം. അത് വിളിക്കാൻ പറ്റില്ല. അത് പഠിക്കാൻ പറ്റില്ല. എനിക്ക് എന്തടിക്ക നിങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ? കളിച്ചോളം പറഞ്ഞല്ലോ. അല്ല, എക്സ്ക്യൂസ് മീ. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ട് തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അഞ്ചും പൂരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. നമ്മുടെ ജീപ്പിൽ കയറി നമ്മുടെ കാർ വെച്ച് കൊടുത്ത് പോകുന്നു. കാർ എടുത്തിട്ട് നമ്മൾ നമ്മുടേതായ ഔട്ടിങ് പരിപാടി ഒക്കെയാണ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് പോകും. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് ഇവിടുത്തെ സ്റ്റേയും പരിപാടിയൊക്കെ? സൂപ്പർ. എന്നിട്ട് നമ്മുടെ അടുത്ത പരിപാടി എന്താണ്? അടുത്ത പരിപാടി അതെ, ഇവിടുന്ന് ആദ്യം പുറത്തേക്ക് എത്തട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് ബോച്ചയുടെ എന്താ ഇതിന് പറയാ, അതിലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ബോച്ചയുടെ ചായപ്പൊടി കിട്ടും. അത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇതിലുള്ള ലക്കി വിന്നർ എന്താണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ? എന്താണ് ഡെയിലി 10 ലക്ഷത്തിന്റെ ഉണ്ട്. ബമ്പർ പ്രൈസ് 25 കോടി. ഓക്കെ. രണ്ടാം ഡേറ്റിൽ കൺഫേം ചെയ്തിട്ടില്ല. ഇതെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇതിൽ കൂപ്പൺ ഉണ്ടാവോ? ഇതിൽ കൂപ്പൺ ഉണ്ടാവും. ഇത് കട്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡെയിലി ഉള്ള അതിൽ നിന്ന് നമ്മൾ ഫില്ല് ചെയ്തെന്നും ഒരു 3 ദിവസത്തിനുള്ളിൽ നടക്കെടുക്കും. ഓക്കെ. ഒരു ഹ്യൂമങ്കസ് ട്രക്കാണത് അല്ലേ? നല്ല വലിപ്പമുള്ളൊരു ട്രക്കാണ്. പിന്നെ അപ്പുറത്തുള്ളത് സിൽവർ ഓർണമെന്റ്സ് ആണുള്ളത്. ജെൻസിനും വുമൻസിനും ഒക്കെ പറ്റിയ പറക്കും ജ്വല്ലറി. ഓക്കെ, ജെൻസിനും വുമൻസിനൊക്കെ പറ്റിയ ആഭരണങ്ങളാണ് ഇതിനുള്ളിലുള്ളത്. എനിവേ ലുക്സ് പ്രോമിസിങ് അല്ലേ? നമ്മൾ അടുത്ത അഡ്വഞ്ചർ പരിപാടിക്ക് പോവാണ്. ഇത് ബോച്ചയുള്ളത്. ബോച്ചയുടെ അഡ്വഞ്ചർ ഇതിലുള്ളത് 1000 acres, ഹയസ്റ്റ് ജൈന്റ് സ്വിങ്ങും പിന്നെ സിപ്പ് ലൈനാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ എത്താനാ നമ്മളെ ഫോൺ കയ്യിലെടുത്തത്. എക്സ്പ്രഷൻസ് എങ്ങനെയാണ്? പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റില്ല, അതിലൊരു ചെറിയ സങ്കടം. എന്താണോ ഫസ്റ്റ് ഞാൻ പോയി.
എങ്ങനെയുണ്ടായിരുന്നു നാഫിൽ? പപ്പ എങ്ങനെയുണ്ടായിരുന്നു? നല്ല കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. ഇത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ സിപ്പ് ലൈൻ. അടുത്തിനി ഓരോരുത്തർ പോവാണ്. ഓക്കെ, അടുത്തത് ജയൻറ്റ് സ്വിങ്ങിൽ കയറാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഗൈസ്. സിദ്ദീഖ്, ആർ യു റെഡി? ഗേൾസ്, യു ആർ റെഡി? ഓക്കെ. ക്ലോസപ്പ് എടുക്കും ഞാൻ. ഗ്ലാസ് വിടറാ. 80 ഡിഗ്രി പറഞ്ഞിട്ട് നീങ്ങുന്നു, അല്ലെങ്കിൽ എൻ്റെ കൂടെ പോകും. പേട്ട സാധനം പപ്പ, ഇതിന്റെ കാശ് മുതലായി. സഹോദരത്തിനൊരു ശബ്ദം എങ്ങനെയായിരുന്നു ഗൈസ്? ഏയ് സിമ്പിളാ, പേടിക്കരുതില്ല. സൂപ്പർ. മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്യും. ഓക്കെ, ഓക്കെ വായോ. അസ്ലാം. അടിപൊളിയായിരുന്നു ഗൈസ്. ഫ്രം ദ ബോട്ടം ഓഫ് ഫ്രീ ഫാൾ. പക്ഷെ വയറൊന്ന് കൊളുത്തി, അതാണ് ഒന്ന് ചാടി ഒക്കെ സെറ്റ് ആവും. ഫ്രീ ഫാളിലൊന്ന് വയറൊന്ന് കൊളുത്തി. പക്ഷെ അടിപൊളിയായിരുന്നു ഗൈസ്. അത് ഞാൻ കണ്ടു, സൂം ചെയ്തപ്പോ കണ്ടു ഫേസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഒന്ന് ഫുഡ് കഴിക്കലാണ്. അതെ, അത് കഴിഞ്ഞിട്ട് നമ്മള് ചുരമിറങ്ങും. എന്നിട്ട് വീട്ടിലേക്കാണ് പോകുന്ന വഴി. എന്തെങ്കിലും ബാക്കി പ്ലാൻ ഉണ്ടെങ്കിൽ അത് കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും. മിന്റ് 2 ഇത് നമ്മളിപ്പോ എവിടെയാണുള്ളത്? കാലിക്കറ്റ് ബീച്ച്, കോഴിക്കോട് സ്പെഷ്യൽ ഡിഷസ് എന്ന് അവകാശപ്പെടുന്ന കോഴിക്കോട് പ്ലേസ് ഓഫ് ബർത്ത് ആയി കോഴിക്കോട് ബീച്ചിൽ ആദ്യമായിട്ട് വന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് അറിയും. കല്ലുമക്കായ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോട് ബീച്ചിലാണുള്ളത്. വേറൊരു പരിപാടി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് കോഴിക്കോട് ബീച്ചിലേക്ക് എത്തി. അപ്പോൾ ഇവിടുത്തെ ഓരോ വെറൈറ്റി ഫ്ലേവേഴ്സ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കോഴിക്കോട് വന്നിട്ട് ആദ്യമായിട്ട് കല്ലുമ്മക്കായ തന്നിട്ടുള്ള എക്സ്പീരിയൻസ് പറയും. നൈസ് എക്സ്പീരിയൻസ് ആണ്. വീഡിയോ വാലൊക്കെ ടൈമ മോൺസ്റ്ററിന്റെ കുഞ്ഞാണെന്ന് തോന്നുന്നു. ഒരു ബൂസ്റ്റ് ഒരു നെല്ലിക്കാന്താരി എടുത്തോ. എങ്ങനുണ്ട്? എരിവുള്ള ഐസ് വരട്ടി. എന്താ ചാടുണ്ടല്ലോ, ചാടുന്ന ഐസ് വരട്ടിയാണത്. ഒരു കരിമ്പിൻ ജ്യൂസ്, ഒരു വെറൈറ്റി. ബൂസ്റ്റ് വലിക്ക്, ബൂസ്റ്റ് വലിക്ക്. ബദാം കുലുക്കി. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്യും. ബൂസ്റ്റ് കുലുക്കി. നെല്ലിക്ക കാന്താരി. സോഡ.
എരിവ് ഇറക്കുമ്പോഴാ ഫീലിങ്സ് അല്ല കുടിക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. കുലുക്ക് കുലുക്ക് കുടി 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 കരിമ്പ് ജ്യൂസ്. അതെ കഷ്ടപ്പാട്. അയ്യോ അയ്യോ അപ്പൊ ഗൈസ് നമ്മുടെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കല്ലേ? ആണെങ്കിലും അവസാനിപ്പിക്ക ഗൈസ്. അപ്പൊ വ്ളോഗ് അവസാനിപ്പിക്കാൻ പോലും നമ്മുടെ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.